ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. രാവിലെ എഴുന്നേറ്റപ്പോൾ തന്നെ കണ്ടൊരു കാഴ്ചയാണ് കേട്ടോ. നമ്മുടെ തെങ്ങിൽ കുള്ളൻ തെങ്ങായിരുന്നു ഇത്. നമ്മൾ 300 രൂപ കൊടുത്ത് മേടിച്ച് വെച്ച തയ്യായിരുന്നു. അതിപ്പോൾ ഏകദേശം 3 കൊല്ലം ആകാറായിട്ടുണ്ടായിരുന്നു. അപ്പോൾ തന്നെ അതിന് 3 കൊല്ലം തികയുന്നതിന് മുൻപ് തന്നെ അതിനകത്ത് നമ്മുടെ ചെല്ലി കയറിയിട്ടുണ്ടായിരുന്നു. ചെല്ലി കയറി പുഴുവായി. അപ്പം തടിയിൽ കൂടെയാണ് നമ്മുടെ ചെല്ലി കയറിയിരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇനി രക്ഷയില്ല എന്ന് തോന്നിയത് കൊണ്ട് ഇത് വെട്ടിക്കളയാന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ദേ ഇത് കണ്ടോ, മുട്ടം പുഴുവാണ് ഇത്. നിറച്ച് തെങ്ങ് നിറയെ പുഴുവായിട്ടുണ്ട്. നമ്മൾ അറിഞ്ഞില്ല എന്നുള്ളതാണ് ഇതിനകത്ത് വന്ന ഒരബദ്ധം. അപ്പം ഇത് നമ്മൾ കുറേ ചാരവും നമ്മൾ ആദ്യം വിചാരിച്ചില്ല ഇത്രയും നശിച്ചു പോയെന്ന് വിചാരിച്ചില്ല. 1-2 ചെല്ലിയോ വല്ലതും കയറിയെന്നാണ് വിചാരിച്ചത്. പക്ഷെ നമ്മൾ അതിനകത്ത് ചാരവും ഉപ്പും ഒക്കെ ഇടാൻ നേരത്താണ് അതിനകത്ത് നിന്ന് മൂളലും ശബ്ദവും ഒക്കെ കേട്ടത്. അപ്പോഴാണ് പുഴുവൊക്കെ വരാൻ തുടങ്ങിയതും നമുക്ക് മനസ്സിലായതും ഇതിനകത്ത് ചെല്ലിയും പുഴുവും കൊണ്ട് നിറഞ്ഞിരിക്കുവാണെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലായത്. അപ്പോൾ എന്തായാലും ഈ തെങ്ങ് വെട്ടുക എന്നുള്ളതല്ലാതെ വെട്ടുക മാത്രമല്ല, ഇത് മൊത്തം കത്തിച്ച് കളയണം. ഇല്ലെങ്കിൽ അകത്തുള്ള ആ ചെല്ലിയുടെ പുഴുവാണേലും ചെല്ലിയാണെങ്കിലും വീണ്ടും ഉണ്ടായി നമ്മുടെ മറ്റുള്ള തെങ്ങുകൾക്കും അത് അപകടമാണ്, നമ്മുടെ ചെടികൾക്ക് അപകടമാണ്. എല്ലാത്തിനെയും നശിപ്പിച്ച് കളയുന്ന ഈ ചെല്ലിയാണിത്. ഇതാണ് ചെമ്പൻ ചെല്ലി എന്നൊക്കെയാണ് ഇതിനെ പറയുന്നത് കേട്ടോ. അപ്പോൾ ചെല്ലിയുടെ ഒരു വീഡിയോ ഞാൻ ഇന്നത്തെ ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ഇത് പുഴുവാണ് കേട്ടോ. ഈ പുഴുവിനെല്ലാം നമ്മൾ കത്തിച്ച് കളയുവാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് കത്തിച്ചില്ലെങ്കിൽ വീണ്ടും ഇത് പെരുകി നമ്മുടെ അടുത്തുള്ള ബാക്കിയുള്ള തെങ്ങിനെ എല്ലാം നശിപ്പിച്ച് കളയും. അപ്പോൾ ഈ കുള്ളൻ തെങ്ങിലാണ് കൂടുതലായിട്ടും ഈ ചെല്ലി കയറുന്നത്. അതുപോലെ തന്നെ നമുക്ക് വീണ്ടും 3-4 തെങ്ങ് കൂടെ ഉണ്ട് ഈ കുള്ളൻ തെങ്ങ് തന്നെ. അപ്പം ആർക്കെങ്കിലുമൊക്കെ നമ്മുടെ ഈ ചെല്ലിയെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടുള്ള മാർഗങ്ങൾ അറിയാവുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക, ഒന്ന് അറിയിക്കുക. ഇനിയും നമുക്ക് 4 തെങ്ങോളം കുള്ളൻ തെങ്ങ് തന്നെ ഉണ്ട്. അപ്പം ഈ തെങ്ങിനകത്തും ഇനി ചെല്ലി കയറാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പം ചെല്ലി കയറുന്നതിന് മുൻപ് എന്താണ് നമുക്ക് ചെയ്യാൻ കഴിയുന്നതെങ്കിലും അത് ചെയ്തു മാറ്റുന്നതായിരിക്കുമല്ലോ നല്ലത്. ഏകദേശം 2 പ്രാവശ്യത്തോളം നമ്മൾ മരുന്ന് അടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം മരുന്ന് എത്ര മാസം കൂടുമ്പോഴാണ് അടിക്കേണ്ടതെന്നോ അങ്ങനെയൊന്നും നമുക്കറിയത്തില്ലായിരുന്നു. ഇതിനു മുമ്പ് ഒരു തെങ്ങും നമ്മുടെ നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. 1 2 നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പം മരുന്ന് കൊണ്ട് മാത്രം ഇതിനെ പ്രതിരോധിക്കാൻ കഴിയുമോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ടിപ്സുകൾ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ എന്തായാലും നമ്മുടെ കൊലയ്ക്കാറായൊരു തെങ്ങ് തന്നെ ആയിരുന്നു കേട്ടോ ഇതെന്തായാലും പോയി കിട്ടി. അപ്പോൾ ഇനി നമ്മുടെ ബാക്കിയുള്ള തെങ്ങിനെങ്കിലും ഇനി സംരക്ഷിക്കണം. അതുകൊണ്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞു തരാൻ മറക്കരുത്. ഈ തോടിന് ചുമപ്പ് കളറുള്ള ചെല്ലിയാണ് കൂടുതലായിട്ടും ഇവിടെ വരാറുള്ളത്. മറ്റേ കറുപ്പ് കളറിലെ ചെല്ലി കാണാറില്ല, പക്ഷെ ചുമപ്പ് കളറിലെ ചെല്ലി കാണാറുണ്ട്. ഇത് കണ്ടോ, നമ്മുടെ അതിൻ്റെ തടിയിൽ വരെ കയറി. മുകൾ ഭാഗങ്ങളിൽ കുഴപ്പമില്ലായിരുന്നു, പക്ഷെ തടിയിൽ മുഴുവനായിട്ടും കയറി നശിപ്പിച്ച് വെച്ചിരിക്കുവാണ്. ഇതിൻ്റെ ഉള്ളിലായിട്ട് ധാരാളം പുഴുക്കളുള്ളതായിട്ടാണ് തോന്നുന്നത്. കാരണം ഇതിനകത്ത് നല്ല രീതിയിൽ ശബ്ദം കേൾക്കുന്നുണ്ട്. അപ്പോൾ ഉള്ള സംഭവങ്ങളൊക്കെ ഇട്ട് നമ്മൾ സൈഡിലോട്ടൊരു തീയിട്ട് കൊടുക്കുകയാണ്. ഇത് ഒരു 3-4 ദിവസം തന്നെ നമ്മൾ തീയിട്ട് കൊടുത്താൽ മാത്രമേ ഇത് മുഴുവനായിട്ടും കത്തി അതിനകത്തുള്ള പുഴുവും ചെല്ലിയും ഒക്കെ ഇറങ്ങി മാറത്തുള്ളൂ. അതുമല്ല, അതിനെയൊന്നും ജീവിക്കാൻ അനുവദിക്കരുത്. കാരണം ബാക്കിയുള്ള തെങ്ങിന് അതൊക്കെ അപകടമായതുകൊണ്ട് തന്നെ എല്ലാത്തിനെയും കൊന്നു കളയേണ്ടത് അത്യാവശ്യമാണ്. ഇതാണ് നമ്മുടെ ചെല്ലി കേട്ടോ. ഇത് ചെറിയ ചെല്ലിയാണ്. ചെറിയ ചെല്ലിയാണ്. ഇതിൻ്റെ താഴെ ഭാഗത്തായിട്ട് വലിയ ചെല്ലി ഞാൻ കാണിക്കുന്നുണ്ട് കേട്ടോ. ഇതാണ് ചെല്ലി. നമ്മുടെ ചുമപ്പ് കളറാണ് ചെല്ലിക്ക് ഉള്ളത് കേട്ടോ. ചെമ്പൻ ചെല്ലി എന്നൊക്കെയാണ് പറയാറുള്ളത്. അപ്പോൾ ഈ ചെല്ലിയാണ് നമ്മുടെ ഈ തെങ്ങിനെ പൂർണ്ണമായിട്ട് നശിപ്പിച്ച് കളഞ്ഞത്. മുകൾ ഭാഗത്തായിരുന്നെങ്കിൽ നമുക്ക് എന്തെങ്കിലും പ്രതിരോധിക്കാമായിരുന്നു. പക്ഷേ തടിയിൽ കൂടെ കയറിയത് കൊണ്ട് തന്നെ നമുക്ക് ഒരു വഴിയും ഇല്ലാത്ത അവസ്ഥയായി പോയി. അപ്പോൾ കഴിഞ്ഞ വർഷം ഇതേ സമയത്ത് ഈ നവംബർ-ഡിസംബർ സമയത്തായിരുന്നു നമ്മുടെ മറ്റൊരു തെങ്ങും പോയിട്ടുണ്ടായിരുന്നത്. അതിനകത്തും ഇതുപോലെ വെള്ളം ഇറങ്ങുന്നത് കണ്ടുകൊണ്ടാണ് നമ്മൾ നോക്കിയത്. വെള്ളം ചീഞ്ഞിറങ്ങുന്ന പോലെ തോന്നിയത് കൊണ്ടാണ് നോക്കിയപ്പോഴാണ് ഇതിൻ്റെ അകത്ത് മുഴുവനായിട്ടും ചെല്ലി കയറിയതായിട്ട് കാണുന്നത്. അതിനകത്ത് ഇഷ്ടം പോലെ ചെല്ലിയും പുഴുവും ഉണ്ടായിരുന്നു. ഇതിനകത്തും അതുപോലെ തന്നെ ആയിരുന്നു. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും ഇതിനകത്ത് പുഴുക്കളുടെ വേട്ടയാണ്. അതുപോലെ തന്നെ ചെല്ലിയും ഇതിൻ്റെ ഉള്ളിൽ കുറേ
ഉണ്ട്. കാരണം നമുക്ക് ശബ്ദം ഈ ഉപ്പും ചാരവും കൂടെ നമ്മൾ വെച്ച് കൊടുത്തപ്പോഴത്തേക്കും നമുക്ക് മനസ്സിലായി നിറച്ച് ചെല്ലി ഇതിനകത്തുണ്ടെന്നുള്ള കാര്യം. നമ്മളപ്പോൾ എന്തെന്ന് വെച്ചാൽ ഇത് കത്തിച്ച് കളയുക എന്നുള്ള ഒരു മാർഗം മാത്രമേ ഉള്ളൂ. അത് ചെയ്താൽ മാത്രമേ ഇതിനകത്തുള്ള മുഴുവൻ ചെല്ലിയും ചത്തു പോകത്തുള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ ബാക്കിയുള്ളതിനെ എഫക്റ്റ് ചെയ്യും, പിന്നെ നമ്മളെല്ലാം നശിച്ചു പോകും. അപ്പോൾ ചെല്ലിയെ പ്രതിരോധിക്കാനുള്ള മാർഗങ്ങൾ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരണം, കമൻറ്റ് ചെയ്യണം. അപ്പം നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ.